ഇത് നമ്മുടെ കുമ്പളങ്ങ ചെറുതായി കൊത്തി അരിഞ്ഞെടുത്തതാണ്. ഒരു സവാളയും ചേർത്തിട്ടുണ്ട്. എണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് കുമ്പളങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി പൊത്തി മൂടി വെച്ച് കൊടുക്കാം. തേങ്ങയും വെളുത്തുള്ളിയും കാന്താരിയും കൂടെ അമ്മിക്കല്ലിൽ വെച്ച് ഒതുക്കി എടുത്തുകൊണ്ട് വന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്, മഞ്ഞൾ ചേർക്കാത്ത തോരൻ. ഇനി നമുക്ക് കുറച്ച് ഗോതമ്പ് കഴുകി വൃത്തിയാക്കി മുകളിൽ കൊണ്ട് ഉണങ്ങാനിട്ടിട്ട് വരാം. ഗോതമ്പൊക്കെ നിരത്തിയിട്ട് ഉച്ചയ്ക്കത്തെ കറിക്കുള്ള വെണ്ടയ്ക്കയും സവാളയും തക്കാളിയൊക്കെ അരിഞ്ഞു വെച്ചു. ഏട്ടൻ രാവിലെ മുതൽ തേങ്ങ പൊതിക്കാൻ തുടങ്ങിയതാണ്. ഞാൻ ഇടയ്ക്ക് വന്ന് നോക്കും പൊങ്ങുണ്ടോയെന്ന് അറിയാനാട്ടോ. ഇതിലൊക്കെ ചെറിയ പൊങ്ങേ ഉള്ളൂ, ചെറിയ മുളയല്ലേ. ഇത് കഴിഞ്ഞ മഴയ്ക്ക് ഇവിടെ കൊണ്ടുവച്ചിട്ട് അവിടെ ഇരുന്ന് മുളച്ച തേങ്ങയാണ്. അതിൻ്റെ മുളയൊക്കെ വലുതായിട്ടുണ്ട്. അപ്പം കുറച്ച് വലുതായാൽ വലിയ പൊങ്ങുണ്ടാവുമല്ലോ, അതുകൊണ്ട് എടുക്കാതെ കാത്തു വെച്ചതാണ്. നമുക്കൊന്ന് പൊതിച്ച് നോക്കാം. പൊങ്ങ് വലുതായോ എന്നറിയാലോ. എത്രയുണ്ട് നോക്കാം. നല്ല വലിയ പൊങ്ങാണേ. വേണ്ടോ? ഇനി നമുക്കിതെടുത്ത് കട്ട് ചെയ്ത് കഴിച്ച് നോക്കാവേ. നല്ല പാകം പൊങ്ങാണ്. ബാക്കിയുള്ള തേങ്ങയും കൂടെ നമ്മൾ പൊതിച്ചെടുത്തു, പൊങ്ങുള്ള തേങ്ങ. പിന്നെ ഞാൻ വേഗം പോയി ഒരു കഷ്ണം കാച്ചിലൊക്കെ ചെത്തി അടുപ്പത്ത് വെച്ച് ഉച്ചക്കത്തെ കറിക്കുള്ള വെണ്ടയും തക്കാളിയും സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കുറച്ച് തേങ്ങയും ജീരകവും കൂടി അരച്ച് ഒഴിച്ച് തിളപ്പിച്ചു. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അതിനിടയ്ക്ക് ഏട്ടൻ തേങ്ങ പൊതിക്കലൊക്കെ നിർത്തി വെച്ച് പോയി നങ്ക് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതും വൃത്തിയാക്കി വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ തേങ്ങയൊക്കെ ഏകദേശം പൊതിച്ച് കഴിയാറായിട്ടുണ്ട്. അരയ്ക്കാനുള്ള തേങ്ങ വെച്ചിട്ട് ബാക്കി നമ്മൾ പൊതിച്ചെടുത്തു. ഇനി ഇത് വെട്ടി വെച്ച് ഉണങ്ങി നമുക്ക് വെളിച്ചെണ്ണയാക്കി എടുക്കാം.